നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്, ടീച്ചറാണ്, സ്കൂൾ ടീച്ചറാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ഈ ഒരു പ്രഭാഷണം ലൈവായിട്ട് കേൾക്കാൻ അവസരം എനിക്ക് ലഭിക്കുന്നത്. സാറിന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ കേൾക്കുന്നതാണ്. സാറിന് ജോയിൻ ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ രാമായണം സാർ മുമ്പ് തന്നെ സാറിന്റെ ഒരു ഇതിൽ കേട്ടിട്ടുള്ളത്, രാമായണം കർക്കിടക മാസം 1-ാം തീയതി തുടങ്ങേണ്ടതല്ല. രാമായണം നമ്മൾ രാമായണം എല്ലാ ദിവസവും വായിക്കേണ്ടതാണ്. അതിനുശേഷം എല്ലാ ദിവസവും രാമായണം വായിക്കുന്നതാണ് ഞാൻ. കിളിപ്പാട്ടാണ്, എഴുത്തച്ഛനാണ് വായിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ നമ്മൾ കർക്കിടക 1-ാം തീയതി ഞാൻ വായിച്ചെത്തിയത് ശ്രീരാമ പട്ടാഭിഷേകമാണ്. കാരണം ഞാൻ വായിച്ച് വരുമ്പോ 1-ാം തീയതി അല്ല വായിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞതാണ് രാമൻ നമുക്കൊരു ആവേശമാണ്. ശരിക്കും രാമജന്മഭൂമി എന്നൊക്കെ ഭാരതത്തിന് പറയുമ്പോൾ ആ പേര് വിളിച്ചവര് അക്ഷരാർത്ഥത്തിലാണ് അത് വിളിച്ചത്. നമ്മളാണ് അതിന് ദുർവ്യാഖ്യാനം കൊടുത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയും രാമായണമാണ്, ജീവിത മൂല്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം. ഇന്നത്തെ പ്രഭാഷണത്തിൽ എനിക്ക് കിട്ടിയ ഒരു സന്ദേശം, നമ്മള് മത്സ്യം മുതല് കൽക്കി വരെ പറയുമ്പോൾ, മത്സ്യാവതാരം മുതൽ കൽക്കി വരെ പറയുമ്പോൾ എത്ര ഷോർട്ട് മെത്തേഡിലാണ്, ക്യാപ്സൂൾ പരുവത്തിലാണ് പറയേണ്ടത്. സാറ് വളരെ വളരെ കുഞ്ഞു കുഞ്ഞു പേടകത്തിനകത്താക്കി നമുക്ക് ഇട്ടു തന്നതാണ്. ഒരുപാട് കഥകൾ വായിച്ച് വരുന്നതിലുപരി എന്താണ് മത്സ്യാവതാരം, എന്താണ് പൂർണ്ണാവതാരം എന്ന് പറയുന്ന മനുഷ്യജീവിതത്തിന്റെ ഘട്ടത്തിലൂടെ പെട്ടെന്ന് നമ്മളെ കൊണ്ടുപോയി പൂർണ്ണമായി അതിന്റെ ഒരു സാരം തന്നു. സാറിനെ ഇനി ഓൺലൈനാണെങ്കിലും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. തിരുവനന്തപുരത്ത് വരുമ്പോൾ നേരിട്ട് കാണുന്നത് ഒരു പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. ഞാൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച, ഒരു ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം. സാറ് പറഞ്ഞു, പക്ഷെ പിറ്റേ ദിവസം സാർ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. എനിക്ക് സാറിനെ ഒന്ന് സ്കൂളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരവും ഉണ്ട് ഒരു പ്രോഗ്രാം. ഇന്ന് വൈകുന്നേരവും ഒരു ആർട്ട് ഓഫ് പാരന്റിങ് എന്ന് പറയുന്നത് ഗൾഫിലുള്ള പണ്ട് ഒരു 10-20 വർഷം മുമ്പ് എന്റെ പ്രോഗ്രാം, 25 വർഷം മുമ്പ് പ്രോഗ്രാം നടത്തിയ ആൾ ഇപ്പൊ രണ്ടാമത് ഓർത്ത് എന്നിട്ട് വന്നിട്ടുണ്ട്. ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നടക്കാറുണ്ട്. ഞാൻ ഈ ദശാവതാരത്തെ കുറിച്ച് അമേരിക്കയിൽ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ ഒരു ചർച്ചിൽ വെച്ചാണ്, പള്ളിയിൽ വെച്ചാണ് ഭഗവത്ഗീത പഠിപ്പിച്ചത്. ഞാൻ ആ ഭഗവത്ഗീത പള്ളിയിൽ വെച്ച് പഠിപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് അവതാരങ്ങളുടെ കഥ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ആന്ധ്രാഭാഗത്ത്, ഗുണ്ടൂർ ഭാഗത്ത് അവതാരങ്ങളുടെയൊക്കെ ബൊമ്മ കിട്ടും. ചെറിയ മരത്തിന്റെ, ലൈറ്റ് മരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അത് മേടിച്ചുകൊണ്ട് വരുന്നു അമേരിക്കയിൽ പോകുമ്പോൾ. എന്നിട്ടൊരു ഡബ്ബയിൽ ഇട്ടിട്ട് ഈ വെള്ളക്കാരുടെ മക്കളുണ്ടാവുമല്ലോ, അവിടുത്തെ ലോക്കൽ ആൾക്കാർ, അവരോട് അതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറയും. അത് എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന്റെ ഒരു പ്രൊജക്ടറിൽ അതിന്റെ കഥയും ഒക്കെ PPT ആയിട്ടും വെച്ചിരുന്നു. എന്നിട്ട് അത് തിരിച്ചിടണം. അപ്പൊ ഓരോരാൾക്കും എന്താ കിട്ടണത്, ഈ കിട്ടുന്നത് വരെ തിരിച്ചിട്ടുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പൊ 10 തീരുമ്പോഴേ തീരുള്ളൂ. അപ്പൊ ഒരു 40 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ആവും. അപ്പൊ ഈ കുട്ടികളോട് കഥ പറയാൻ വേണ്ടിയിട്ടാണ് അവർ ലൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ അത് പണ്ട് ഒരു 8 കൊല്ലം മുമ്പ് ചെയ്തൊരു ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്താലേ നമുക്ക് അവരോടൊക്കെ കഥ പറയാൻ പറ്റും. അത് ബ്രീഫായിട്ട് പറയാനേ സമയമുള്ളൂ. കാരണം ഈ ക്വിസ് പോലെ നടത്തുന്ന പ്രോഗ്രാമിന്റെ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് പ്രോഗ്രാം ആയിട്ട് ചെയ്യുന്നതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ രാമായണത്തിലെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം രാമൻ ഈ കുമാരികാന്ഡം ആയിട്ട് എന്തെങ്കിലും, കുമാരികാന്ഡത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളിപ്പോ കേൾക്കുന്ന കഥകൾ പലപ്പോഴും കുമാരികാന്ഡം എന്ന് പറയുന്ന ഒരു കുമാരികാന്ഡം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ ശിവന്റെ കൈലാസം മുതല് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ ഭൂമധ്യരേഖയുടെ അടുത്തുവരെ എത്തുന്ന ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഓരോ സമൂഹങ്ങളുടെയും ഓരോ കോണ്ടിനെന്റ്സും ഭരിച്ചിരുന്നവരാരൊക്കെയാണ് എന്നൊക്കെ നമ്മൾ തപ്പേണ്ടി വരും. അപ്പൊ സുബ്രഹ്മണ്യന് പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമാണ്
ഈ തെക്ക് ഭാഗം എന്ന് പറയാറുണ്ട്. അപ്പൊ അതാണ് കുമാരികാന്ഡമായിട്ട് നമ്മൾ കാണുന്നത്. ഇത് രാമായണവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഫിസിക്കലി ഇപ്പൊ നമ്മളിപ്പം ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞാല് ആരാണ് രാവണൻ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. ശ്രീലങ്കയിൽ രാവണന്റെ കഥയൊന്നുമില്ല. ഓക്കെ, നമ്മൾ രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരാന്ന് ചോദിക്കും. നമ്മുടെ ധാരണയാണ് ശ്രീലങ്ക രാവണൻ ഭരിച്ചിരുന്നു. പക്ഷെ അതേ സമയത്ത് സുബ്രഹ്മണ്യനോ ശിവനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചറിയാം. ഇപ്പം ഭൂമി എന്ന് പറയുന്ന ഈ 7 പ്ലേറ്റ് മൂവ്മെന്റ് എന്ന് പറയും. നമ്മൾ ഉണ്ടായിരുന്ന യുറേഷ്യൻ പ്ലേറ്റിൽ നിന്ന് ലങ്കയുടെ ഭാഗം എത്ര ദൂരത്തായിരുന്നോ പണ്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലാതിരിക്കാനാണ് സാധ്യത. നമ്മൾ അയോധ്യ ഗുജറാത്ത് മുങ്ങിയതുപോലെ പണ്ട് ഒരു സുബ്രഹ്മണ്യന്റെ ഒരു വലിയൊരു സങ്കേതം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാനാണ് സാധ്യത. അത് കുമാരനാണോ കുമാരിയാണോ എന്ന് മാത്രമേ സംശയം ഉണ്ടാവുള്ളൂ. കുമാരകാന്ഡമായിട്ട് മാറാൻ വേണമെങ്കിൽ സുബ്രഹ്മണ്യന്റെ ഒരു ആസ്ഥാനമായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം വേറെ ഒരു രാജ്യത്തുമില്ലാത്ത ഒരു പ്രത്യേകത ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും സുബ്രഹ്മണ്യന് പ്രത്യേകമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ താവഴികൾ ഇന്ന് ഉണ്ടാവുമെങ്കിൽ അവരൊക്കെ ഭടന്മാരായിട്ടാണ് കരുതുക. ഓരോ ക്ഷേത്രങ്ങളും ഓരോ ഭടന്മാരുടെ സങ്കേതങ്ങളായിട്ടാണ്. അപ്പൊ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ലങ്കയുമായിട്ട് ബന്ധമുണ്ടോ, ആ കാലഘട്ടവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രീലങ്ക എന്ന് പറയുന്നത് പിന്നെ ഉയർന്നു വന്നതാവും. കുമാരികാന്ഡം താണു പോയിട്ടുണ്ടാവാം. രണ്ടും തമ്മിൽ സെപ്പറേറ്റ് പോയിട്ടുണ്ടാവാം. അതിനിടയിലാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇത്തരം സയന്റിഫിക് ആയിട്ടുള്ള പ്രൂഫൊന്നും നമുക്ക് കാണാറില്ല. പക്ഷെ നമുക്ക് ആകെ കുറച്ച് നാസയൊക്കെ പേരിട്ടിട്ട് വിളിച്ചിട്ടുള്ളത് രാമ ബ്രിഡ്ജ് എന്ന് പറയുന്ന രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് ആ കല്ലുകൾ തമ്മിൽ കുറെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ കല്ലുകൾ തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. ശരിക്ക് വാനരന്മാർക്ക് പോകാനുള്ള പാത്ത് ഉണ്ടാക്കിയതും രാമൻ അമ്പ ചെയ്തിട്ട് തന്നെയാണ്. അമ്പ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും സമുദ്ര ഭഗവാൻ വന്നു, എന്നിട്ട് പാത്ത് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കഥ. അപ്പൊ ഇതിന്റെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനും കുറെ മുമ്പ് ഈ കുമാരകാന്ഡം എന്ന് പറയുന്ന സുബ്രഹ്മണ്യന്റെ കഥ എന്ന് പറയുന്നതൊക്കെ ശിവൻ ആണ് നമുക്ക് തന്നെ രാമായണം പഠിപ്പിച്ചു തന്നിട്ടുള്ളതെന്നാണ്. ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് രാമായണം. അപ്പോ എപ്പോഴാ ശിവൻ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിലൊക്കെ ശിവൻ ഉണ്ടായിട്ടുണ്ട്. ഏത് കാലം മുതൽ ഏത് കാലം വരെ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്, അറുമുഖൻ എന്ന് പറയുന്നത്, കുമാരകണ്ഠം എന്ന് പറയുന്നത് ലങ്കയെക്കാളും പഴയ ഒരു രാജ്യവും സൗത്ത് ഇന്ത്യയെക്കാളും പഴയ ഒരു രാജ്യവും ആവാനാണ് സാധ്യത. അത് രണ്ടും കൂടി ഒന്നായിരുന്നൊരു കാലത്ത് കുമാരകണ്ഠം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ നമ്മുടെ സയൻസിന് ഇന്ന് അത്ര വലിയ കഴിവൊന്നുമില്ല. കാരണം 200 മില്യൺ ഇയേഴ്സിലൊക്കെയാണ് ഈ മാറ്റങ്ങൾ വരിക. നമ്മൾ എത്ര കണ്ടുപിടിച്ചാലും 200 മില്യൺ ഇയേഴ്സ് ഒക്കെ കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ സംശയമാണ്. അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ജിയോളജിക്കൽ ജിയോഫിസിക്കൽ പ്ലേറ്റ് മൂവ്മെന്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാൻ തോന്നും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ സാർ നമ്മള് ഇപ്പം ഈ സാർ പറഞ്ഞ ഈ ദശാവതാരങ്ങളും അതേപോലെ നമ്മുടെ ഗോഡ്സിന്റെയും അതേപോലെ ഈജിപ്ഷ്യനിലെ പല ഗോഡ്സിന്റെയും ഒക്കെ ഓരോ സിമിലാരിറ്റീസ് പല കോണ്ടിനെന്റ്സിലുള്ള ഗോഡ്സിന്റെ സിമിലാരിറ്റീസ് കാണുന്നു. ഞാൻ ഓണത്തിന്റെ പ്രോഗ്രാമില് അമേരിക്കയില് ഇന്ത്യാനാപോളിസിൽ കൊടുത്തിട്ടുള്ള ഓണം USA ഡോക്ടർ TPS നടിച്ച അതിന്റെ ഒരു ലെക്ചർ കേൾക്കാം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് ഓണക്കാലത്ത് വാമനൻ മഹാബലിയെ ചവിട്ടിത്താത്തു എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞത്. മഹാബലി ഭരിച്ചത് കേരളം അല്ല, മഹാബലിപുരം തമിഴ്നാട്ടിലാണ്. കേരളം എന്ന് പറയുന്നത് ഇന്ന് VD സതീശൻ ഭരിക്കുന്ന കേരളം അല്ല, അന്നത്തെ കേരളം. ഈ പിന്നെ സ്റ്റേറ്റ് ബൗണ്ടറി ഒക്കെ വന്നത് ശേഷമല്ല. അപ്പൊ ഓണം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഒരു 100 വർഷം 200 വർഷം പഴക്കേ ഉണ്ടാവുള്ളൂ. ഈ കഥ പറയുന്ന എത്രയോ 10,000 വർഷം മുമ്പുള്ള കഥയല്ലേ, ലക്ഷക്കണക്കിന് വർഷം മുമ്പുള്ള കഥയല്ലേ. അപ്പം ആ സമയത്തുണ്ടായിരുന്ന കഥ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ സുരലോകത്തേക്ക് അയച്ചു എന്നാണ് പറയാ, ചവിട്ടിത്താഴ്ത്തി പാതാളം എന്നല്ല പറയാ. അപ്പൊ എവിടെയാണ് സുരലോകം എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. അമേരിക്കയാണ് സുരലോകം. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാരൊക്കെ അമേരിക്കയിൽ പോയാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം കാണാൻ വരുന്നത്. അന്ന് വാമനന് തമിഴ്നാട്ടിൽ നിന്ന് പ്രൊമോഷൻ കൊടുത്തിട്ട് ഏതോ ഡാറ്റാ സയൻസിൽ ജോലി കിട്ടിയിട്ട് പോയതാണ് കഥ. തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും മയമതം എന്ന പുസ്തകം, മയമതം ആണ് ശ്രീലങ്ക ഉണ്ടാക്കിയതെന്നാ പറയാ.
ശ്രീലങ്ക ഉണ്ടാക്കാൻ ഉപയോഗിച്ച പുസ്തകം മയമതമാണ്. ആ മയമതം എന്ന് പറയുന്ന മയ എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ പാരമ്പര്യം അമേരിക്കയിലുണ്ട്. അമേരിക്കയിലെ ആർക്കിടെക്റ്റിന്റെ പേര് തന്നെ മയൻ എന്നാണ്. അപ്പൊ ഇന്ത്യയിൽ മയമതം എഴുതപ്പെട്ടു, അമേരിക്കയിലെ ആർക്കിടെക്റ്റിനും അത് തന്നെയാണ്. ഇവർ രണ്ടും ഒരേ ജോലിയാണ്. ഒന്നെന്താ അർത്ഥം? ഇതൊക്കെ ഒരു കാലത്ത് അടുത്തടുത്ത് ബന്ധമുള്ള ഒരു ഐലൻഡ് ആയിരുന്നു. പാൻജിയ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറയല്ലോ, ഒരു ഐലൻഡ് വിഘടിച്ച് പോയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു കാലത്ത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്കും പറഞ്ഞയച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാമനൻ മാറിപ്പോയിട്ടുണ്ടാവും, തോറ്റോടി പോയിട്ടുണ്ടാവും. ഇതൊക്കെ ആയിരിക്കും നമ്മൾ കഥയായിട്ട് കേൾക്കുന്നുണ്ടാവും. ഞാൻ ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ ചോദ്യം, അവതാര പുരുഷൻ രാമൻ പെർഫെക്റ്റ് ധാർമ്മികനാണ്. എന്നാൽ ബാലിവധം രാമന്റെ ധാർമ്മികതയ്ക്ക് ഒരു കളങ്കമാണ് ഒരു പക്ഷമുണ്ട്. എന്താണ് ശശി സാറിന്റെ അഭിപ്രായം? അല്ല, നമ്മളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഇപ്പൊ ചെയ്തു പോയി. നമ്മള് ഈ എല്ലാ പുരാണ ഇതിഹാസങ്ങളും വായിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, എല്ലാത്തിനും ഒരു കാര്യം നടക്കുമ്പോൾ ഒരു കാരണം ഉണ്ടാവും. ഫിസിക്സിൽ കോസ് ആൻഡ് എഫക്ട് എന്നാ പറയാ. ഇപ്പൊ രാമൻ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ അമ്പെയ്തു എന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞു ചവിട്ടിത്താഴ്ത്തി എന്നാ നമ്മൾ പറയാ. പക്ഷെ രാമന്റെ കയ്യിൽ നിന്ന് കണ്ടുകൊള്ളുക എന്ന് പറയുന്നത് മോക്ഷം കിട്ടുന്നതിന് തുല്യമാണ്. നമ്മളത് കഥ പറയുന്ന സമയത്ത് ഒരാൾ അമ്പെയ്ത് കൊല്ലുന്നു. ഇപ്പൊ ഒരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തി എന്ന് പറയുന്ന സമയത്ത് കാട്ടാളന്റെ കയ്യിൽ നിന്നാണോ ഒരു കവിയുടെ കയ്യിൽ നിന്നാണോ എന്നുള്ളതിൽ വ്യത്യാസമുള്ളൂ. ഒരു കാട്ടാളൻ ചെയ്യുമ്പോൾ തെറ്റാവും. അത് ഏത് സമയത്ത് എവിടെ എങ്ങനെ ആരോട് എപ്പോൾ ചെയ്തു എന്നനുസരിച്ചിട്ടാണ്. ആരെയാണ് രക്ഷിച്ചത്? രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയിട്ട് യുദ്ധത്തിന് സബോർഡിനേറ്റ്സ് ആയിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അവർ രണ്ടാളും സ്പർദ്ധയിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ കുറേ നമുക്ക് ധാർമ്മികത അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും കാണും. രാക്ഷസി രാമനെ ആഗ്രഹിച്ചു വരുന്ന സമയത്ത് ഓടാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോടി എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ ലക്ഷ്മണനെ ഏൽപ്പിക്കുന്നത്? ഇങ്ങനെ കുറെ കഥകളുണ്ട് നമുക്ക്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. അതിന് മുമ്പുള്ള ഏതോ ഒരു യുഗത്തിൽ ഒരു കഥ ഉണ്ടാവും എന്നാ പറയാം. അതിന്റെ ഒരു ബാക്കിയാണ് അവിടെ നിങ്ങൾ കടം കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് അറിയുന്ന രണ്ട് കഥകൾ നമ്മൾ ബന്ധിപ്പിക്കും, പക്ഷെ അറിയാത്ത കഥകൾ എന്ത് ചെയ്യും? പിന്നെ ഇതൊക്കെ നമ്മൾ കേട്ടത് എന്തുകൊണ്ടാണ്? ആ കാലത്ത് ജീവിച്ചൊരു കവി ഇതൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മളൊന്നും അറിയില്ല. കാലത്തുള്ള കവി ജീവിച്ച വാൽമീകി, കൂടെ ഉണ്ടായിരുന്ന വ്യാസൻ. ഇനി വാൽമീകി പറഞ്ഞ രാമായണം അല്ല വ്യാസൻ പറഞ്ഞ രാമായണം. അദ്ദേഹത്തിന്റെ രാമായണത്തിൽ കുറെ മാറ്റമുണ്ട്. ഈ പറയുന്ന സീത എന്ന് പറയുന്ന രാവണന്റെ മകളായിട്ടും ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ്? ഇത് രാമൻ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. വാനരന്മാര് ഇങ്ങനെയാണോ? ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാത്വികത എന്ന് പറയുന്ന ഭാവത്തോടു കൂടിയിരിക്കുന്ന രാമൻ താമസികമായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ നേരിട്ട് പോകാൻ പറ്റില്ല. അതിന്റെ ഇടയിലുള്ളതാണ് രാജസികത. ആ രാജസികമായ ആൾക്കാരുടെ കൂടണമെന്നാണ്. ആ രാജസികമായിട്ടുള്ള ആൾക്കാരാണ് കുരങ്ങന്മാര്. അപ്പൊ ആ കുരങ്ങന്മാരെ കൂട്ടുപിടിക്കുമ്പോൾ അവർ തമ്മിൽ അടിയുണ്ടായ പ്രശ്നം അത് ഒരു കുരങ്ങനെ മാറ്റി നിർത്തി എന്ന് കരുതിയാൽ മതി. അല്ലെങ്കിൽ അവർ കുരങ്ങനെ മോക്ഷം കിട്ടി, അല്ലെങ്കിൽ അവർ AC കൊണ്ട് കൂട്ടിയിട്ടു എന്ന് പറയുന്ന പോലെ. ഇത്രയൊക്കെ കാണുന്നുണ്ടോ? അല്ല, ഈ ബാലി എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രാക്ഷസീയത എന്ന് പറഞ്ഞ അഹങ്കാരാണ്. അതിനെ നിഗ്രഹിച്ചു കളഞ്ഞു എന്നുള്ളത്. എവിടെ കുറച്ചൊക്കെ വേണം എങ്കിലേ താമസികതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് കുറച്ച് അധികമായി കഴിഞ്ഞാൽ പിന്നെ അൺകൺട്രോളബിൾ ആവും. അപ്പൊ അൺകൺട്രോളബിൾ ആയിട്ടുള്ള അഹങ്കാരത്തെ രാമൻ നിഗ്രഹിച്ചു കളഞ്ഞു എന്ന് കണ്ടാൽ മതി. അതിന് താത്വികമായിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള അർത്ഥങ്ങൾ. വളരെ നന്നായിട്ടുണ്ട് പ്രഭാഷണമെല്ലാം. എല്ലാ യുഗത്തിനെ പറ്റിയിട്ടും വളരെ നന്നായിട്ട് പറഞ്ഞു. ഇനി നമ്മുടെ കലിയുഗം ഇനി എത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, നമ്മുടെ സാധാരണ 4,32,000 വർഷത്തിൽ നമ്മളിപ്പോ 5,000 പരല്ലേ ആയിട്ടുള്ളൂ. ഒന്നും കാണാൻ എന്തായാലും നമ്മളോ നമ്മുടെ ജനറേഷനോ ബാക്കി ഉണ്ടാവില്ല. അതിന് പോകാനുള്ള വഴികളാണ് ഇതെല്ലാം, അല്ലേ? തീർച്ചയായിട്ടും വളരെ നന്നായി, സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആദരണീയനായ അനു നായർ എന്തോ ചെയ്തിട്ടുണ്ട്.
കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പർ 9502038875. ഡോക്ടർ TPS നടിച്ചാൽ യൂട്യൂബിൽ കാണാം. ഈ പ്രഭാഷണവും ഞാൻ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടും. അപ്പൊ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. അതിന് താഴത്തൊക്കെ എന്റെ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് അപ്പൊ അടുത്ത സിറ്റുവേഷനിലൊക്കെ 9502038875. ഡോക്ടർ TPS നടിച്ചാൽ യൂട്യൂബിൽ എന്റെ എല്ലാ വീഡിയോന്റെ താഴത്തും എന്റെ നമ്പർ ഉണ്ട്. ഡോക്ടർ സാറിനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നേരിട്ട് കാണുവാനും പരിചയപ്പെടാനും സാധിച്ചു. MSMയിൽ ഇത്ര തിരക്ക് പിടിച്ച ജീവിതത്തിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രഭാഷണം നടത്താൻ ഞങ്ങളെ ധന്യമാക്കി തന്ന സാറിന് നന്ദി രേഖപ്പെടുന്നു. ഒപ്പം നായർ സംഘത്തിന്റെ എല്ലാ ഭാരവാഹികളും